ഇന്ന് നീ കണ്ണാടിച്ചില്ലിൽ കാണുന്ന ഇതുപോലുള്ള ശശാങ്കനായിരുന്നില്ല. എന്നെ കേമ ശശാങ്കനാക്കിയത് ഈ ലോകമാണ്. ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. എനിക്കുമുണ്ടായിരുന്നു നല്ലൊരു കാലം. എന്റെ അമ്മയും ഞാനും ഒരുമിച്ചുണ്ടായിരുന്ന കാലം. അന്ന് രാജഭരണം, എലിക്കിങ്കരന്മാർ വാഴുന്ന കാലം. അവരോട് എതിർത്ത് നിന്നതിന്റെ പേരിൽ അമ്മയും എന്നെയും വീട്ടിൽ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ വീട് കത്തിച്ച് ഞങ്ങളെ കൊല്ലാനായി പ്ലാൻ ചെയ്തപ്പോൾ അമ്മ എന്നെയും കൊണ്ട് ഓടി ഒടുവിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അതിഭീകരമായ അഗാധ ഗർത്തത്തിലേക്ക്, ആ പുഴയിലേക്ക് എന്റെ അമ്മ എടുത്തു ചാടി. ഞങ്ങൾ വീണു. ഒടുവിൽ അടിഞ്ഞതൊരു പുഴയുടെ തീരത്ത്. തണുത്ത് വിറങ്ങലിച്ച് കിടന്ന ഞാൻ തൊട്ടടുത്തുള്ള വെള്ളം കുടിച്ച് തിക്കിട്ടാന്ന് വിറച്ചു കിടക്കുന്ന അമ്മയുടെ അരികിൽ പാണ്ഡയമ്മാവൻ ഓടിയെത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി. പാവം പാണ്ഡയമ്മാവൻ. എന്നെ തനിച്ചാക്കി അമ്മ യാത്രയായി. ഒറ്റയ്ക്കായെന്ന് വിചാരിച്ചപ്പോൾ പാണ്ഡയമ്മാവൻ എനിക്ക് രക്ഷകനായി എത്തി. അമ്മാവന്റെ കഴുതപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. അമ്മാവൻ എന്നെ അമ്മാവന്റെ കളരിയിലേക്ക് കൊണ്ടുപോയി. ഒറ്റയ്ക്കല്ലെന്നും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് അവൻ അടവുകൾ എന്നെ പഠിപ്പിച്ചു തന്നു. അമ്മാവൻ എല്ലാരോടും എതിർത്ത് നിൽക്കാനും എന്റെ നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം പിടിച്ചെടുക്കാനും അമ്മാവൻ എന്നെ പരിശീലിപ്പിച്ചു. ആയോധന കലകൾ പഠിപ്പിച്ചു തന്നു. ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നു. സ്നേഹം തന്നു. 1 വർഷത്തിന് ശേഷം ഞാൻ തികഞ്ഞ ഒരു അഭ്യാസിയായി മാറി. അമ്മാവനെ പോലും എതിർത്ത് നിൽക്കാവുന്ന രീതിയിൽ ഞാൻ ശക്തനായി മാറി. ഒടുവിൽ എന്നെ എന്റെ ലക്ഷ്യത്തിലേക്ക് പറഞ്ഞു വിടാൻ അമ്മാവൻ തയ്യാറായി. അമ്മാവന്റെ പ്രിയപ്പെട്ട കഴുതയോടൊപ്പം എന്നെ സകല സന്നാഹങ്ങളോടും കൂടി പ്രതികാരം ചെയ്യാനായി പറഞ്ഞയച്ചു. പെരിച്ചാഴികളെ കരുതിയിരുന്നോ, ഞാനിതാ എത്തി.